അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫേസസ് ഓഫ് EDLC ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഫേസസ് ഓഫ് EDLCയുടെ പല പല ഫേസസിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതിൽ ആദ്യത്തെ ഫേസ് നീഡായിരുന്നു. ആ നീഡ് ഫേസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ നോക്കി. 3 ടൈപ്പ് ഓഫ് നീഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് കൺസെപ്ച്വലൈസേഷൻ ആണ്. കൺസെപ്ച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ product concept development phase. We have to develop the concept of that product. So it is begins immediately after a concept proposal is approved. നമ്മൾ നീഡ് പ്രപ്പോസൽ കൊടുത്തു അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നീഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു, അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ഫേസാണ് കൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് പ്രപ്പോസൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് കൺസെപ്ച്വലൈസേഷൻ. And this process or this phase defines the scope of the concept, performs cost benefit analysis and feasibility study and prepares project management and risk management plans. ഇത്രയും കാര്യങ്ങളാണ് കൺസെപ്ച്വലൈസേഷനകത്ത് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആ കൺസെപ്റ്റിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്യുക, അതിനകത്തുള്ള കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുക. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് എത്രത്തോളം കോസ്റ്റ് വേണ്ടി വരും, ആ കോസ്റ്റ് എങ്ങനെ മിനിമൈസ് ചെയ്യാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ഓഫ് അനാലിസിസ് നമ്മളിവിടെ പെർഫോം ചെയ്യും. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡി. നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതിന് എത്രത്തോളം ഫീസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ഇടയിൽ എത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു സ്റ്റഡി നടത്തുന്നതാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ദെൻ prepares project management and risk management plans. So if after performing this feasibility study and cost benefit analysis, we will be going for either we'll drop the plan or we'll be continuing with the product development. If suppose we are continuing with the product development, we need to prepare project management. അതായത് നമ്മുടെ പ്രോജക്റ്റ് ഇനി മുന്നോട്ട് എങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മാനേജ്മെൻറ്റ് പ്ലാൻ വേണം. ആ പ്ലാൻ പ്രിപ്പറേഷനാണ് പ്രിപ്പയറിംഗ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ. ദെൻ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിനകത്ത് പല ഫാക്ടേഴ്സ് ഓഫ് റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പല പല സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ വരാൻ ചാൻസ് ഉള്ളത്, അഥവാ ഒരു റിസ്ക് ഉണ്ടായാൽ നമ്മൾ അതെങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്ലാൻ റെഡിയാക്കുന്നതിനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് ഇതിനെയാണ് നമ്മൾ സിസ്റ്റം ബൗണ്ടറി ഡിഫൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. സോ ദിസ് ഫേസ് ഈസ് നോൺ ആസ് കൺസെപ്ച്വലൈസേഷൻ. ഓക്കെ, സോ അപ്പോൾ കൺസെപ്ച്വലൈസേഷനിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡിഫൈൻ ദ സ്കോപ്പ് ഓഫ് ദി concept and should perform cost benefit analysis, then feasibility study, and then prepare project management and risk management plans. Okay, so അപ്പം ഇതാണ് ആക്ടിവിറ്റീസ്. കൺസെപ്ച്വലൈസേഷൻ ഫേസിനകത്ത് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു ഫിഗറാണിത്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തു? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നീഡ്സ് പ്രിപ്പയർ ചെയ്തു. സോ ആഫ്റ്റർ അപ്രൂവിങ് ദിസ് വൺ ഓൺലി വി വിൽ ബി ഗോയിങ് ഫോർ ദ സെക്കൻഡ് ഫേസ് which is conceptualization. Then in conceptualization there are 2 activities. 2 activities ആണ് കൺസെപ്ച്വലൈസേഷൻ അകത്തുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ് and second is analysis and estimation. ഓക്കെ, പ്ലാനിങ്ങും അനാലിസിസ് ആൻഡ് എസ്റ്റിമേഷനുമാണ് കൺസെപ്ച്വലൈസേഷൻ ഫേസിനകത്തുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പ്ലാനിങ് ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഫേസിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കേണ്ടതുണ്ട്. ദെൻ റിസോഴ്സസ് പ്ലാൻ ചെയ്യണം. നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ റിസോഴ്സസ് വേണം, അതെങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ് റെഡിയാക്കുന്നതാണ് റിസോഴ്സസ് പ്ലാനിങ്. ദെൻ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനിങ്. നമുക്ക് എന്തൊക്കെ റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്, ആ റിസ്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്ലാൻ റെഡിയാക്കണം. ഓക്കെ, സോ അപ്പോൾ അതിനുള്ള ആക്ടിവിറ്റിയാണ് പ്ലാനിങ് ആക്ടിവിറ്റി. സോ ഇൻ ദിസ് പ്ലാനിങ് ആക്ടിവിറ്റി വി വിൽ ബി പ്രിപ്പയറിങ് plan for next phase, then resources planning, then risk management planning. These are the plans should be prepared. Then this will be submitted to the higher authorities for review.
Okay, and in the simultaneous we have to go for the analysis and estimation activity. ഓക്കെ, പ്ലാനിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അനാലിസിസ് ആൻഡ് എസ്റ്റിമേഷൻ ആക്ടിവിറ്റിയും കൂടി ചെയ്യും. അതിനകത്ത് ഫസ്റ്റ് വൺ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, CBA, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇത് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്? സോ ആക്ച്വലി കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് കൺസെപ്ച്വലൈസേഷൻ ഫേസ് ഇൻ EDLC which is involved inside the activity of analysis and estimation. ഇതിനകത്തുള്ള ഒരു ആക്ടിവിറ്റിയാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. സോ ഇൻ ദിസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് വി ഹാവ് ടു അനലൈസ് ദ കോസ്റ്റ് ബെനിഫിറ്റ്, വിച്ച് ഈസ് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അത് നമുക്ക് എങ്ങനെ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അതിനെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ദെൻ വി ഹാവ് ടു പെർഫോം എ ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ഈ റിക്വയർമെൻറ്റ് എത്രത്തോളം ഫീസിബിളാണ്, അത് എത്രത്തോളം ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും, നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരൊക്കെ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ദെൻ നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് സ്കോപ്പ്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന് എത്രത്തോളം സ്കോപ്പുണ്ട്, മാർക്കറ്റിലാണെങ്കിൽ എൻഡ് യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ എത്രത്തോളം സ്കോപ്പാണ് അതിനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ അനാലിസിസ് ആൻഡ് എസ്റ്റിമേഷൻ ആക്ടിവിറ്റിക്കകത്ത് ചെയ്യുന്നത്. സോ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എന്താണ് ഒരു പ്രപ്പോസൽ റെഡിയാക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റേഷൻ നമ്മൾ അടുത്ത് സ്റ്റെപ്പിൽ നമ്മുടെ ഒരു റിവ്യൂയിങ് അതോറിറ്റി അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യും. ദേ വിൽ റിവ്യൂ ദീസ് പ്ലാൻസ് ആൻഡ് ഓൾ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൺലി ദേ വിൽ approve or deny the plans. Okay, if it is approved, then we'll be going for the next phase of development. Okay, ഇനി അനാലിസിസ് ആൻഡ് എസ്റ്റിമേഷൻ ആക്ടിവിറ്റിക്കകത്ത് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഫീസിബിലിറ്റി സ്റ്റഡി ഉണ്ട്, ദെൻ CBA ഉണ്ട്. അനാലിസിസ് ആൻഡ് കോസ്റ്റ് അനാലിസിസ് സ്റ്റഡിയാണിത്. അനാലിസിസ് ആൻഡ് സ്റ്റഡി അല്ല, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് ഇവിടെ വരുന്നത്. സോ ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് ദ നീഡ് ഫോർ ദി പ്രോഡക്റ്റ് ആൻഡ് സജസ്റ്റ് വൺ ഓർ മോർ സൊല്യൂഷൻസ്. നമ്മൾ നീഡ്സിനെ ബേസ് ചെയ്തിട്ട് ആ നീഡ്സിനെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ആ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ഉണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് ക്യാൻ ബി ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ആൻഡ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. നമ്മൾ ഫിനാൻഷ്യലായിട്ടും നോക്കാനുണ്ട്, ടെക്നിക്കൽ പരമായിട്ടുമുള്ള ഫീസിബിലിറ്റി നോക്കാനുണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ദെൻ CBAക്കകത്ത് വരുന്നതാണ് ഐഡൻറ്റിഫൈയിങ്, റിവീലിംഗ് ആൻഡ് അസസിങ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. നമ്മുടെ കോസ്റ്റും പ്രോഫിറ്റും ഒക്കെ തമ്മിലുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനകത്ത് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി പെർഫോംഡ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ചോയ്സ് ബേസ്ഡ് ആൻഡ് ടാർഗറ്റ് എൻഡ് യൂസേഴ്സ്, കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഇതിനെല്ലാം ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു അനാലിസിസാണ് CBA, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഓക്കെ, ദെൻ ദ പ്ലാനിങ് ആക്ടിവിറ്റീസ്. നമ്മുടെ കൺസെപ്ച്വലൈസേഷനകത്തുള്ള ആദ്യത്തെ ആക്ടിവിറ്റിയാണ് പ്ലാനിങ് ആക്ടിവിറ്റി. ഈ പ്ലാനിങ് ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ റിസോഴ്സസ് പ്ലാൻ ചെയ്യാനുണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനിങ് ഉണ്ട്. റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനിങ്ങിനകത്ത് ടെക്നിക്കൽ ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് റിസ്ക് ഷുഡ് ബി അനലൈസ്ഡ്. ടെക്നിക്കൽ റിസ്ക് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് റിസ്ക് വരാം, കമ്പോണൻസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാകുന്ന റിസ്കുകളുണ്ട്. ടൈം ബൗണ്ട് തീർക്കാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള റിസ്ക്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ ഉള്ള പ്ലാനിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ റിപ്പോർട്ട് ഓൺ ഫീസിബിൾ ഓർ നോട്ട് ഫീസിബിൾ ഷുഡ് ബി പ്രിപ്പയർഡ്. വി ഹാവ് ടു, ആഫ്റ്റർ studying this feasibility and all, we have to prepare a report. Then we'll be review the report and communicate. After reviewing or getting approval from the for the plan, we'll be going for the next phase.
And the next phase, analysis phase. In this analysis phase, we have to analyze, articulate and document functional and non-functional requirements. നമ്മുടെ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എല്ലാം അനലൈസ് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷനാണ് ആദ്യം ചെയ്യുന്നത്. ദെൻ we have to also define the interface and prepare interface definition document. നമ്മൾ എന്തൊക്കെ ഇൻ്റർഫേസസ് ഇതിനകത്ത് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ ചേർത്ത് ഒരു ഇൻ്റർഫേസ് ഡെഫിനിഷൻ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ദെൻ അതുപോലെ തന്നെ ടെസ്റ്റ് പ്ലാനും പ്രൊസീജിയറും ഒക്കെ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. സോ അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്താണ് നമ്മൾ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിനകത്താണെങ്കിൽ SRS പ്രിപ്പറേഷൻ എന്ന് പറയും അല്ലേ. സോ അപ്പോൾ ആ ഒരു SRSന് വരെ ഇവിടെ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് റെഡിയാക്കും. ദെൻ ഈ ഡോക്യുമെൻറ്റിന് നമ്മൾ റിവ്യൂവിന് വേണ്ടി കൊടുക്കും. സോ ആഫ്റ്റർ റിവ്യൂയിങ് ദിസ്, ഇഫ് ദർ ഈസ് എനി ചേഞ്ചസ് വി ഹാവ് ടു റീവർക്ക് ഓൺ ദി റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻറ്റ്, അതർവൈസ് വി ക്യാൻ ഗോ ഫോർ ദി നെക്സ്റ്റ് ഫേസ്. ഓക്കെ. സോ അപ്പം തേർഡ് ഫേസ് അനാലിസിസ് ഫേസിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷനാണ്. ഇതിനകത്ത് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദിസ് പ്രോഡക്റ്റ് ഷുഡ് ബി അനലൈസ്ഡ്. ദെൻ ഇൻ്റർഫേസ് ആൻഡ് ഇൻ്റർഫേസ് ഡെഫിനിഷൻ ഡോക്യുമെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. ദെൻ ടെസ്റ്റ് പ്ലാൻ ആൻഡ് പ്രൊസീജിയർ ഷുഡ് ബി പ്രിപ്പയർഡ്. ഇതെല്ലാം ചേർത്ത് വരുന്ന ഡോക്യുമെൻ്റാണ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. ഓക്കെ. ദെൻ ഫോർത്ത് ഫേസ് ഈസ് ഡിസൈൻ ഫേസ്. ഡിസൈൻ ഫേസിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. പ്രിലിമിനറി ഡിസൈനും ഉണ്ട്, ഡീറ്റെയിൽഡ് ഡിസൈനും ഉണ്ട്. പ്രിലിമിനറി ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഹോൾ സിസ്റ്റത്തിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കും. ഓക്കെ. ആ ഹോൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു, ആ ഹോൾ സിസ്റ്റത്തിൽ നിന്ന് എന്ത് ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് പ്രിലിമിനറി ഡിസൈൻ എന്ന് പറയുന്നത്. സോ based on this design we have to prepare a preliminary design document also. Okay. And in the case of detailed design we need to prepare operations manual design. നമ്മൾ അതായത് ഈ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് ഉണ്ട്, ആ ഓരോ ഫങ്ഷണാലിറ്റീസിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഓപ്പറേഷൻസാണ് അതിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓപ്പറേഷൻസ് മാനുവൽ ഡിസൈനിനകത്ത് പറയുന്നത്. ദെൻ അതുപോലെ മെയിൻ്റനൻസ് മാനുവൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം മെയിൻ്റനൻസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനുവൽ നമ്മൾ ചെയ്യണം. അതുപോലെ പ്രോഡക്റ്റ് നമ്മൾ ഡെലിവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് യൂസറിന് വേണ്ട ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു മെറ്റീരിയലും പ്രിപ്പയർ ചെയ്യാനുണ്ട്. സോ അപ്പോൾ ഈ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ഡീറ്റെയിൽഡ് ഡിസൈനിനകത്താണ്. സോ ഇതെല്ലാം ചേർത്ത് ഒരു ഡീറ്റെയിൽഡ് ഡിസൈൻ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് അതും നമ്മുടെ ഒരു സീനിയർ ടീമിനെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്ത് റിവ്യൂ ചെയ്ത് അപ്രൂവൽ മേടിക്കേണ്ടതാണ്. സോ ഇൻ ദ കേസ് ഓഫ് പ്രിലിമിനറി ഡിസൈനിനകത്ത് നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഒരു ഫങ്ഷണൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു മോഡ്യൂളുണ്ട്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു മോഡ്യൂളുണ്ട് എങ്കിൽ ആ മോഡ്യൂളിനകത്ത് എന്ത് ഇൻപുട്ട് വരും, അത് എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്. ഓക്കെ. ദെൻ എന്തൊക്കെ കൺസ്ട്രെയിൻസ് അതിനകത്ത് ഇൻവോൾവ് ആണ്, എന്തൊക്കെ അസംഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു ഡിസൈനാണ് പ്രിലിമിനറി ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് എത്ര നമ്പർ ഓഫ് മോഡ്യൂൾസ് ഉണ്ടോ ആ ഓരോ മോഡ്യൂൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യും. ആദ്യം നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് നമ്മുടെ സിസ്റ്റം മാത്രം ആസ് എ ഹോൾ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, കൺസ്ട്രെയിൻസ് എന്താണ്, അസംഷൻസ് എന്താണെന്ന് നോക്കും. ദെൻ മോഡ്യൂൾ വൈസ് ഓരോരോ മോഡ്യൂളിനും എന്തൊക്കെ ഇൻപുട്ടാണ്, എന്തൊക്കെ ഔട്ട്പുട്ടാണ്, അതിനകത്ത് എന്തൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട്, എന്തൊക്കെ അസംഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഡിഫൈൻ ചെയ്യും. ദെൻ ഡീറ്റെയിൽഡ് ഡിസൈൻ വരുമ്പോഴത്തേനും ഇതിനകത്ത് കമ്പോണൻറ്റ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഓക്കെ, കമ്പോണൻറ്റ്സ് തമ്മിലുള്ള ഇൻ്റർ കണക്ഷനും ഇൻട്രാക്ഷൻസും ഒക്കെയാണ് ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ഓരോ മോഡ്യൂൾ വൈസ് നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ഔട്ട്പുട്ട് ഈ കൺസ്ട്രെയിൻസ് അസംഷൻസ്
കൺസെപ്റ്റ്സ് ഒക്കെ ഓൾറെഡി ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു മൊഡ്യൂളിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഇൻവോൾവ് ആണ്, ആ കമ്പോണൻസ് തമ്മിൽ എന്തൊക്കെ കണക്ഷൻസ് ഉണ്ട്, അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾസ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽഡ് ഡിസൈനിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോൾ ഫിഗേഴ്സ് മാക്സിമം ഒഴിവാക്കാതെ പഠിക്കുക. നമ്മുടെ തിയറി പരമായിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് മാക്സിമം ഫിഗേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ അപ്പം ഫിഗേഴ്സൊക്കെ മാക്സിമം നന്നായിട്ട് പഠിച്ച് തന്നെ എഴുതാൻ നോക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും നല്ല എളുപ്പം ഫിഗേഴ്സോട് കൂടി പഠിക്കുന്നതാണ്. ഫിഗേഴ്സ് യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാനും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിയും. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ഫേസ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ഡിസൈൻ വരെയുള്ള ഫേസസ് കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ ഡിസൈൻ എല്ലാം അപ്രൂവലായി. ദെൻ വി നീഡ് ടു ട്രാൻസ്ഫോം ദിസ് ഡിസൈൻ ഇൻ ടു പ്രോഡക്റ്റ്. ഈ ഒരു ഡിസൈനിനെ പ്രോഡക്റ്റായിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് ഫേസിൽ തന്നെയാണ് നമ്മൾ വേരിയസ് ഡെവലപ്മെൻറ്റ് ടൂൾസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നതും ഒക്കെ. എന്നിട്ട് അത് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻസൈഡ് ദിസ് ഡെവലപ്മെൻറ്റ് ഫേസ് വി നീഡ് ടു ഡെവലപ്പ് ഹാർഡ്വെയർ ആൻഡ് ആസ് വെൽ ആസ് ഫേംവെയർ. നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയറും ഫേംവെയറും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫേസിൽ തന്നെയാണ്. സോ ആഫ്റ്റർ ഡെവലപ്പിംഗ് ദ സിസ്റ്റം വി നീഡ് ടു ടെസ്റ്റ്. We will be performing unit testing, integration testing, system testing and user acceptance testing. നമ്മുടെ സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റീനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ടെസ്റ്റിംഗ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മോഡ്യൂൾ വൈസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഓരോരോ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഓരോ കമ്പോണൻസ് തമ്മിലുള്ള കണക്ഷൻസ്, അങ്ങനെ അത് മൊഡ്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആസ് എ ഹോൾ ദാറ്റ് സിസ്റ്റം വിൽ ബി ടെസ്റ്റഡ്. ഓക്കെ, ദെൻ യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേനും പല യൂസേഴ്സിന് അത് കൊടുത്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് മേടിക്കുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റിങ് അല്ലേ, അവർക്ക് എത്രത്തോളം അത് ഫീസിബിളാണ് യൂസ് ചെയ്യാനായിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് നമ്മൾ പെർഫോം ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. Then sixth phase is deployment phase. So after testing we will be launching our fully functional model. നമ്മുടെ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ലോഞ്ചിങ്ങിനെയാണ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫേസ് ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് കസ്റ്റമർ ഷിപ്പിംഗ്. ഫസ്റ്റ് കസ്റ്റമർ ഷിപ്പിംഗ്, ഈ ടേംസ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ മിക്കപ്പോഴും വേണമെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. സോ this deployment phase is also known as first customer shipping. Okay, and if there is any modifications needed, we need to perform some modifications. Okay, deployment phase-ലാണ് നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് നമ്മൾ പെർഫോം ചെയ്യും. ദെൻ ഈ ഒരു ഫേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടാസ്ക്സ് ആണ് നോട്ടിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിപ്ലോയ്മെൻറ്റ്, എക്സിക്യൂഷൻ ഓഫ് ട്രെയിനിങ് പ്ലാൻ, പ്രോഡക്റ്റ് ഇൻസ്റ്റലേഷൻ, പ്രോഡക്റ്റ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ റിവ്യൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡിപ്ലോയ്മെൻറ്റ് ഫേസിൽ നമ്മൾ നോർമലി ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെവൻത്ത് വൺ ഈസ് സപ്പോർട്ട്. സപ്പോർട്ട് മീൻസ് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി പ്രോഡക്റ്റ്. നമ്മൾ പ്രോഡക്റ്റിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ഒരു എക്സ്പ്ലനേഷൻസും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും ഒക്കെ കൊടുക്കുന്നതിനെയാണ് സപ്പോർട്ട് ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്ക്രൂട്ടനൈസ്ഡ് ടു എൻഷുവർ ദാറ്റ് ഇറ്റ് മീറ്റ്സ് ദ റിക്വയർമെൻറ്റ്സ്. എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എൻഷുർ ചെയ്യുന്നത് ഈ ഒരു ഫേസിലാണ്. ദെൻ ബഗ്സ് മേ ബി ഒബ്സർവ്ഡ് ആൻഡ് റിപ്പോർട്ടഡ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ എന്തെങ്കിലും എറേഴ്സ് ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ ഒക്കെ അതെല്ലാം ഒബ്സർവ് ചെയ്ത് അതിനെ ഫിക്സ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഫേസിലാണ്. ദെൻ സപ്പോർട്ട് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഫിക്സ് ദ ബഗ്സ് ആൻഡ് എൻഷുവർ ദ പ്രോഡക്റ്റ് മീറ്റ്സ് ദി യൂസർ നീഡ്സ്. ദെൻ വി നീഡ് ടു എൻഷുവർ ദ പ്രോഡക്റ്റ് മീറ്റ്സ് ദി യൂസർ നീഡ്സ്. ഇതെല്ലാം ഈ സപ്പോർട്ട് ഫേസിലാണ് ചെയ്യുന്നത്. Then the next phase is
upgradation phase, and this deals with the development of upgrades or new versions. നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താണ്, മാർക്കറ്റിൻ്റെ നീഡ്സിനനുസരിച്ചും ടെക്നോളജി മാറുന്നതനുസരിച്ചും ഒക്കെ നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫേസാണ് അപ്ഗ്രഡേഷൻ ഫേസ്. സോ ഇറ്റ് ഡീൽസ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് അപ്ഗ്രേഡ്സ് ഓർ ന്യൂ വേർഷൻസ്. പുതിയ വേർഷൻസ് ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ദെൻ ഇതിനകത്താണ് നമ്മൾ ബഗ് ഫിക്സിങ്ങും ഫീച്ചർ എൻഹാൻസ്മെൻറ്റും ഒക്കെ നടത്തുന്നത് അപ്ഗ്രഡേഷൻ ഫേസിലാണ്. ആൻഡ് ദിസ് ഈസ് സബ്ജക്റ്റ് ടു ഡിസൈൻ മോഡിഫിക്കേഷൻ ഓർ ടു ഇൻകോപ്പറേറ്റ് ന്യൂ ഫീച്ചർ അഡീഷണൽ റിക്വയർമെൻറ്റ്സ്. സോ ഈ അപ്ഗ്രഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേ ബി ഡിസൈൻ മോഡിഫിക്കേഷൻ ആയിരിക്കാം. നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഡിസൈനിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് ആവശ്യമായിട്ട് വരുന്നത് കൊണ്ടുള്ള അപ്ഗ്രഡേഷൻ ആവാം, അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ഗ്രഡേഷനും ആവാം. ഓക്കെ, ദെൻ അപ്ഗ്രേഡ്സ് മേ ബി ഫോർ ദി ഫേംവെയർ ഓർ ദ ഹാർഡ്വെയർ എംബഡിങ് ദി ഫേംവെയർ. അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് ഫേംവെയറിന് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഹാർഡ്വെയറിന് നമ്മൾ ചെയ്യേണ്ടി വരും. Then the last one is retirement or disposal phase. So this is a gradual process. ഇത് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല. This is the final phase of an embedded system development life cycle. And whenever a product is declared as obsolete and discontinued from the market, this phase will be applied. സോ ഈ ഫേസ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒബ്സൊലീറ്റ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഡ്യൂ ടു റാപ്പിഡ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ്ഡ് യൂസർ നീഡ്സ്. മിക്കപ്പോഴും ഈ ടെക്നോളജി വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണമായിരിക്കാം മിക്കപ്പോഴും പല പ്രോഡക്ട്സും നമുക്കിങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടി വരുന്നത്. അതല്ല എങ്കിൽ യൂസർ നീഡ്സ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ പുതിയ യൂസർ നീഡ്സ് വരുമ്പോൾ അത് നമ്മുടെ പ്രോഡക്റ്റിന് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് വന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് പിന്നെ ആരും യൂസ് ചെയ്യാതെ വരും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം ആ മാർക്കറ്റിൽ അതിന് റിലവൻസ് ഇല്ലാതെ വരും. അപ്പോഴാണ് നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടി വരുന്നത്. അല്ല എങ്കിൽ നമുക്കത് ലോസായി മാറുക, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കേസ് വിൽ ബി going for retirement or disposal phase. Okay, so these are the 9 phases for EDLC. Okay, ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ എല്ലാവരും മാക്സിമം കവർ ചെയ്ത് വെച്ചേക്കുക. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് വരാനുള്ള സാധ്യതകളുണ്ടാവാം. സോ അതുകൊണ്ട് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, സോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.